ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. علامة أبو جعفر الطحاوي رحمة الله عليه അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അടിമകളായ നമുക്ക് അറിയേണ്ടുന്ന അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് പ്രാഥമികമായി അത്യാവശ്യമായി നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചതിന്റെ ശേഷം തുടർന്നുകൊണ്ടും അദ്ദേഹത്തിന്റെ കിതാബിൽ തുടർന്നുകൊണ്ടും ഈ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ തുടർന്നുകൊണ്ട് അദ്ദേഹം പറയും. എന്നാലും പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ചും നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരികയാണ് തുടർന്നുകൊണ്ട്. അങ്ങനെ അദ്ദേഹം പറയാണ് വ അന്ന മുഹമ്മദൻ അബ്ദുഹുൽ മുസ്തഫ വ നബിയ്യുഹുൽ മുജ്തബ വ റസൂലുഹുൽ മുർത്തള. നിശ്ചയം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അബ്ദുഹു അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ അടിമയായിരിക്കാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളതാണ് ആ മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ മഹത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് എല്ലാ വസ്തുക്കളും. ആ നിലയ്ക്ക് എല്ലാവരും അല്ലാഹുവിന്റെ അടിമകൾ തന്നെയാണ്. പക്ഷേ നല്ലൊരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു ചാടി അതിന് തയ്യാറാവാതെ പിശാചിന്റെയും ദേഹ ഇച്ഛകളുടെയും മറ്റുള്ള പലതിന്റെയും അടിമകളായി നിന്ദരും നീചരുമായി പരാജയപ്പെട്ടവരായി പോകുന്ന പരിതാപകരമായ അവസ്ഥയാണുള്ളത്. നമ്മൾ അധ്വാനിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും തേടേണ്ടതും അള്ളാഹുവിന്റെ ശരിയായ അടിമയായി ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകാനാണ്. അതിനായിരിക്കണം നമ്മുടെ ശ്രമങ്ങൾ, അതിനായിരിക്കണം നമ്മുടെ തേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാകുക എന്ന് പറയുന്ന ഈ സ്ഥാനം പൂർണ്ണമായി അത് നിർവഹിച്ച ആളാണ്. അബ്ദുഹു അള്ളാഹുവിന്റെ അടിമയാണ്. അൽ മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ ഉത്തരവാദിത്വങ്ങൾ റിസാലത്ത്, നുബുവത്ത്, പ്രവാചകനാകുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അത് ഏൽപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഇങ്ങനെ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബഹുമാന ആദരവുകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കും. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അല്ലാഹു തെരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട മഹത്തായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. അത് മറ്റൊരാദരവാണ്. വനബിയ്യുഹുൽ മുജ്തബ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണ്. അല്ലാഹുവിന്റെ നബിയാണ്. നുബുവത്ത് ലഭിച്ച ആളാണ്, വഹ്യ് ലഭിച്ച ആളാണ്. അൽ മുജ്തബ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തെരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന്. ബഹുമാന ആദരവുള്ള പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഉത്തരവാദിത്തത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ, അങ്ങനെ അവരിലേക്ക് വഹ്യ് നൽകിയതാണ് അൽ മുജ്തബ. വ റസൂലുഹുൽ മുർത്തള അല്ലാഹുവിന്റെ റസൂലുമാകുന്നു.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലുമാണ്. അൽ മുർത്തള എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുമാണ്. അല്ലാഹു അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി നിർവഹിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന കിതാബിലൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ദർസിലൊക്കെ പങ്കെടുത്ത ആളുകൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ്. നുബ്ബിഅ ബിഇഖ്റ വ ഉർസില ബിൽ മുദ്ദസ്സിർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആയത്തുകൾ, സൂറത്തു അലഖ് എന്ന് പറയുന്ന സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഈ ആയത്തുകൾ കൊണ്ടാണ് പ്രവാചകനിലേക്ക് നബുവത്തിന്റെ പ്രാരംഭം, തുടക്കമുണ്ടായത്. നുബ്ബിഅ ബിഇഖ്റ, ഇഖ്റ എന്ന് പറയുന്ന ആ ആയത്ത് അവിടെ പാരായണം ചെയ്യാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് ആ വഹയ്യ് നൽകിക്കൊണ്ടാണ് നബുവത്ത് ആരംഭിക്കുന്നത്. വ ഉർസില ബിൽ മുദ്ദസ്സിർ, ആളുകളിലേക്ക് ഈ പറയുന്ന സന്ദേശം എത്തിച്ചു കൊടുക്കണം. അതാണ് റിസാലത്ത് എന്ന് പറഞ്ഞത്. ആളുകളിലേക്ക് ഈ പറയുന്ന ആദർശമി ദഅവത്ത് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്ന നിർബന്ധമായ ഉത്തരവാദിത്വം. ദഅവത്ത് ചെയ്യാനുള്ള പ്രോത്സാഹനം, കൽപ്പന നമ്മളെല്ലാവരോടും ഉണ്ട്. പക്ഷേ നിർബന്ധമായി ഇത് നിർവഹിക്കുക തന്നെ വേണം. എന്ത് വിമർശനങ്ങളും ഏത് നിലക്കുള്ള എതിർപ്പുകളും വന്നാലും അതൊന്നും വില വെക്കാതെ അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്ന നിർബന്ധമായ ഉത്തരവാദിത്വം. അതാണ് റിസാലത്ത്, റസൂലാക്ക. മറ്റും പല അഭിപ്രായങ്ങളും നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് തന്നെ ധാരാളം. നബി എന്ന് പറഞ്ഞാൽ അവരിലേക്ക് വഹയ്യ് ലഭിച്ചിട്ടുണ്ടാകും, ദഅവത്ത് നടത്താനുള്ള കൽപ്പനയുണ്ടാകും, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പനയുണ്ടാകും. പക്ഷേ അത്രത്തോളം വലിയ നിർബന്ധമായ ഉത്തരവാദിത്വം അവർക്കുണ്ടാവുകയില്ല. ഈ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഉത്തരവാദിത്വം പോലത്തെ. റസൂൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് വഹയ്യ് ഉണ്ടാകും, അള്ളാഹുവിന്റെ കൽപ്പനയും സന്ദേശവും ഉണ്ടാകും. അതോടുകൂടെ നിർബന്ധമായി സകല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധമായ ഉത്തരവാദിത്വത്തോടുകൂടെ. അതാണ് റസൂൽ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ, പദപ്പെട്ട് മൂടിക്കടക്കുന്നവരെ എണീറ്റ് പോയിട്ട് ആളുകളെ താക്കീത് നൽകി. വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവിന്റെ അവനെ തഅളീമാക്കി അള്ളാഹുവിലേക്കുള്ള ഈ ദഅവത്ത് ജനങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്ന സൂറത്തുൽ മുദ്ദസ്സിർ. അതുകൊണ്ടാണ് റസൂൽ എന്ന് പറയുന്ന ആ റിസാലത്ത്, തബ്ലീഗ് എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടത്. റസൂലുൽ മുർത്തള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി കൃത്യമായി പൂർണ്ണമായി ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ തൃപ്തിപ്പെട്ടു ചെയ്തു. ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ തൃപ്തിപ്പെടുകയും ചെയ്തു. റസൂലുൽ മുർത്തള. അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സമയത്ത് വളരെ മാന്യമായി, വളരെ മര്യാദയോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹിക്കുന്ന ആദരവുകൾ മുഴുവനും പരിശുദ്ധ ഖുർആനിൽ നിന്ന് കേട്ട് പഠിച്ച് കറക്റ്റായിട്ട് ആ ആദരവുകളിലൂടെ പറഞ്ഞു. ഈ കുറച്ച് വാക്കുകളിൽ കൂടെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടുമില്ല. ചില ആളുകൾ റസൂലിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ അർഹതല്ലാത്ത പലതും പറയും, പരിധി വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ നസാറാക്കളായ ആളുകൾ, ക്രിസ്ത്യാനികളായ കുഫാറുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു പൊന്തിക്കുന്ന അതേപോലെ പറഞ്ഞു പൊന്തിച്ചിട്ട് പലതും ചെയ്യും ചില ആളുകൾ. പക്ഷേ അള്ളാഹുവിന്റെ ദീന് ശരിക്ക് പഠിച്ച, ഖുർആനും സുന്നത്തും പഠിച്ച ഉലമാക്കൾ, ഈ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയ്യന്റെ എത്രയോ മുമ്പുള്ള ആളാണ്. ഇബ്നു തൈമിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ എത്രയോ മുമ്പുള്ള ആളാണ് ഇദ്ദേഹം. ചില ആളുകൾ പറയും ഇബ്നു തൈമിയ്യക്കാണ് ഇങ്ങനത്തെ ചില കടുംപിടുത്തങ്ങൾ ഉള്ളത്, വേറുള്ള അതൊന്നുമല്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ എത്രയോ മുന്നിലുള്ള അബൂ ജഅഫർ തഹാവി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എത്രത്തോളം സൂക്ഷ്മതയിൽ പാലിച്ചു എന്ന് അദ്ദേഹം വഅന്ന മുഹമ്മദൻ അബ്ദുഹുൽ മുസ്തഫ വഅന്ന സയ്യിദനാ മുഹമ്മദൻ എന്നുകൂടി പറഞ്ഞില്ല അദ്ദേഹം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്. അന സയ്യിദു വലദി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഇവിടെ വ അന്ന സയ്യിദന എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല. വ അന്ന മുഹമ്മദൻ അബ്ദുഹുൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാൻ യോഗ്യമായ ഏറ്റവും വലിയ വാക്കുകൾ അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞു. അൽ മുസ്തഫ എന്ന് പറഞ്ഞതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. അൽ മുജ്തബ എന്ന് പറഞ്ഞതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. അൽ മുർത്തള എന്ന് പറഞ്ഞതിനും പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ വിശേഷിപ്പിച്ചു, എന്താണ് പരാമർശിച്ചത്, അത് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളത്. അത് തന്നെയാണ് നമ്മളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങൾ. ലമ്മ ബയ്യന ശൈഖു റഹിമഹുല്ലാഹ് ഫി അവ്വലി കലാമിഹി മാ യജിബു മിൻ മഅരിഫത്തില്ലാഹി സുബ്ഹാനഹു. അള്ളാഹുവിനെ കുറിച്ച് അടിമകളായ നമ്മൾ അറിയേണ്ടുന്ന അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഈ കിതാബിന്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, പറഞ്ഞു തന്നു. വഅതിഖാദി അന്നഹു റബ്ബുൽ മുസ്തഹിഖു ലിൽ ഇബാദ. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പരിപൂർണമായതാണ്, ഔന്നിത്യമുള്ളതാണ്, ഉന്നതമായതാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന്റെ കൂടെ തുടക്കത്തിൽ അതിനൊരു തുടക്കമില്ല, ആരംഭമില്ലാത്തതാണ്, അതിനൊരറ്റവും അവസാനമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ചതിന്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നാണ് മഹാനായ പണ്ഡിതൻ പറഞ്ഞത്. വഅന്ന മുഹമ്മദൻ അബ്ദുഹുൽ മുസ്തഫ വനബിയ്യുഹുൽ മുജ്തബ വറസൂലുഹുൽ മുർത്തള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. അങ്ങനെ അദ്ദേഹം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സലാസത്തുൽ ഉസൂലിൽ പറഞ്ഞതുപോലെ മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ അവന്റെ റബ്ബിനെ കുറിച്ച് അറിയണം. അതിവിടെ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നു. അതേപോലെ തന്നെ വനബിയ്യഹു, അവന്റെ നബിയെ കുറിച്ചും അറിയണം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ചൊരു വ്യക്തത വേണം. നമ്മുടെ റസൂലിനെ കുറിച്ച്, നമ്മിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ചൊരു വ്യക്തത വേണം. അതേപോലെ മൂന്നാമത്തതായിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചൊരു വ്യക്തത വേണം. ഈ മൂന്ന് ഉസൂലുകൾ, അൽ ഉസൂലു സലാസത്തുൽ ഉസൂൽ, ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുകയാണ്. അതിന്റെ ശേഷം പിന്നെ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് തുടർന്നുകൊണ്ട് ശൈഖ് റഹ്മത്തുള്ളാഹി പറയും. അത് തന്നെയാണ് കാതലായ കാര്യങ്ങൾ, അറിയേണ്ടുന്ന അത്യാവശ്യമായ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്, ഒരു മുസ്ലിം അറിയൽ നിർബന്ധമാണ്. മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആരുമാരുമില്ലാത്ത നിസ്സഹായനായി കിടക്കുന്ന ആ മനുഷ്യനെ രണ്ട് മലക്കുകൾ വന്ന് ഖബറിൽ എണീപ്പിച്ചിരുത്തി അവനോട് ചോദിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. നിന്റെ റബ്ബാരാണ്. ഈ ലോകത്ത് വെച്ചത് പഠിച്ച് മനസ്സിലാക്കി വ്യക്തത വരുത്തി ആ ആശയം ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. റബ്ബിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോടുകൂടെ. അത് തന്നെ ആ രീതി തന്നെയാണ് അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സ്വീകരിച്ച് പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അബ്ദുഹു എന്നാ പറഞ്ഞ്, അള്ളാഹുവിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്. അതല്ലാതെ വലൈസ ലഹു മിനൽ ഉലൂഹിയ്യത്തി ഷൈഉൻ വലാ മിനർ റുബൂബിയ്യത്തി ഷൈ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹോ, ആരാധനക്ക് അർഹതയുള്ള ആളോ, അതല്ലെങ്കിൽ ലോകം മുഴുവനും കൈകാര്യം ചെയ്യുന്ന ആളോ, സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന കാര്യത്തിൽ, നഫ്ഉം ദർറും, ആളുകൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ഉപദ്രവം ചെയ്യുന്ന കാര്യത്തിൽ, ലോകം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം, ഒരു അവകാശം, ഒരു അധികാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അത് മുഴുവനും അള്ളാഹുവിന് അവകാശപ്പെട്ടത്. ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവാണ് മഅബൂദ്, മറ്റുള്ളവർ മുഴുവനും അബീദുകളാണ്, അടിമകളാണ്. അബ്ദുഹു എന്നാ പറഞ്ഞു.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഏറ്റവും ബഹുമാന ആദരവുള്ള വിശേഷണവും അത് തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ലാ തത്റൂനി, നിങ്ങൾ എന്നെ പൊക്കി പറയാൻ നിൽക്കരുതേ, പറഞ്ഞത് പൊന്തിക്കരുതേ. അർഹതല്ലാത്ത എന്തെങ്കിലും എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെങ്ങോട്ട് ഉയർത്താൻ നിൽക്കരുതേ. നമ്മൾ പറയൂലേ, പൊക്കി പറയാന്ന് പറയൂലേ. ലാ തത്റൂനി, നിങ്ങൾ എന്നെ അങ്ങനെ പൊക്കി പറയരുതേ. കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, കുഫാറുകളായ നസാറാക്കള് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങോട്ട് പറഞ്ഞു പുകഴ്ത്തിയിട്ട് പൊന്തിച്ചിട്ട് പരിധി വിട്ടിട്ട് ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു, അള്ളന്നെയാണ് എന്ന് പറഞ്ഞു ചില സ്ഥലം. അതല്ല, മറ്റു ചില സ്ഥലം സാലിസു സലാസത്തിൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കൂടെ മറിയമും മകനും അള്ളാഹുവും. എന്നിട്ട് അള്ളാഹുവിനെ അബ് എന്നുള്ള വിശേഷണം വിശേഷിക്കുക, പിതാവ് പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കുഫാറുകൾ അലൈഹിം ലഅഇനുല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനത്തെ ആരോപണങ്ങൾ, ഇങ്ങനത്തെ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുഫാറുകൾ അള്ളാഹുവിന്റെ ശാപകോപത്തിന് അവർ വിധേയരാണ്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ അവരുടെ മേൽ തുടർന്നുകൊണ്ടിരിക്കട്ടെ. മുസ്ലിമീങ്ങളായ ആളുകൾ എന്നിട്ട് അവരെ സുഖിപ്പിക്കാൻ, അവർ ചെയ്യുന്ന അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ, അവർക്ക് കേക്ക് മുറിക്കാൻ, അവർ ചെയ്യുന്ന ചടങ്ങുകൾ പോലത്തെ ചടങ്ങുകൾ ചെയ്ത് അനുകരിക്കാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും. മറ്റ് മതസ്ഥരായ ആളുകളുടെ ആരാധനകൾ, ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ദീനുൽ ഇസ്ലാമിൽ അനുവാദമേ ഇല്ല. പല ആളുകളും ജീവിക്കുന്ന രാജ്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകുക എന്നുള്ളതല്ലാതെ അവരുടെ ആഘോഷങ്ങളോ അവരുടെ ആരാധനകളോ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അവർക്കുള്ള ആശീർവാദങ്ങളോ ഇതിന് ദീനുൽ ഇസ്ലാമിൽ അനുവാദമില്ല. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പറഞ്ഞു പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പൊക്കി പറയരുത്. ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ അടിമ മാത്രമാണ്. അള്ളാഹുവിന്റെ അടിമയാണ്. നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അള്ളാഹുവിന്റെ അടിമയാകാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ആദരവ്. ഏറ്റവും വലിയ ആദരവ് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക എന്നുള്ളത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ. അള്ളാഹുവിന്റെ അടിമകൾ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ, യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ കൂടെ വളരെ വിനയത്തോടെ ലാളിത്യത്തോടു കൂടിയായിരിക്കും അവർ നടക്കുക. അതാണ് അള്ളാഹുവിന്റെ അടിമകളുടെ പ്രത്യേകത. ഒരു അഹങ്കാരം തലക്കനും അവർക്കുണ്ടാവും. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി വറസൂലു, മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയുന്ന ഈ ആദരവ് ഈ പറയുന്ന നിലയ്ക്ക് നിങ്ങൾ പറയീ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയാണ്. മുഅ്തമിറുൻ ബി അവാമിരിഹി മുൻതഹിൻ അൻ നവാഹി, അള്ളാഹു എന്ത് കാര്യങ്ങൾ കൽപ്പിച്ചു അതനുസരിക്കുന്ന ആളാണ്. അള്ളാഹു എന്ത് കാര്യങ്ങൾ വിരോധിച്ചു അത് ഒഴിവാക്കുന്ന ആളാണ്. മുബല്ലിഗുൻ അനില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ സന്ദേശം കൽപ്പന സൃഷ്ടികൾക്ക് എത്തിച്ചു തരുന്ന ആളാണ്. അതാണ് റസൂലിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ കൽപ്പന അവന്റെ സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. വഹാദാ ഫീഹി റദ്ദുൻ അലൽ ഗുലുവി അലിൽ ഗുലുവി ഫീഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പറഞ്ഞതിലൊക്കെ പ്രവാചകനിൽ പരിധി വിട്ട് കിടക്കരുതേ, പ്രവാചകനെ സ്നേഹിക്കുകയാണ് ആദരിക്കുകയാണ് എന്ന് പറഞ്ഞ പരിധിന്റെ അപ്പുറത്തേക്ക് പോകരുതേ എന്ന് പറയുന്ന വ്യക്തമായ ഈ പറയുന്നതിലൊക്കെ അതിൽ ആ ഗുലുവ് പരിധി വിട്ട് കടന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇതിലൊക്കെ ഉള്ളത്. ചില ആളുകൾ പ്രവാചകനിൽ പരിധി വിട്ട് കടന്ന് അള്ളാഹുവിന് അർഹതപ്പെട്ട കാര്യങ്ങൾ പ്രവാചകന് വകവച്ചു കൊടുക്കുന്നത് പലരുടെയും സംസാരങ്ങളിൽ കൂടെ, പദ്യങ്ങളിൽ കൂടെ, എഴുത്തുകളിൽ കൂടെ, ഗദ്യങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന മൗലിദ് നബിദിനവുമായി ഇങ്ങോട്ട് ചെയ്യുന്ന നബിദിന ആഘോഷവുമായി ആളുകൾ ചെയ്തു കൂട്ടുന്നത്, പറയുന്നത്, പ്രസംഗിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനത്തെ ഗുലുവിന്റെ പല ജാതി വാക്കുകൾ, ഈരടികൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ, പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്.
നിങ്ങളോട് ഞാൻ പരിഭവം പറയുന്നു. യാ സയ്യിദി ഖൈറൻ നബി, ഉത്തമരായ എന്റെ നേതാവായ പ്രവാചകരെ, അള്ളാഹുവിനോടാണ് പാപങ്ങൾ ചെയ്താൽ അതിന്റെ പരിഭവം പറയേണ്ടതും പാപമോചനം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്. ദോഷം പൊറുക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട കാര്യമാണ്. അതിന് അള്ളാഹുവിനോട് പരിഭവം പറയുന്നതിന് പകരം റസൂലിനുള്ള ബഹുമാനാദ്, ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 6 or 7 സഹീഹായ വഴികളിൽ കൂടെ, സനദുകളിൽ കൂടെ ഇബ്രാഹിമി സ്വലാത്തിന്റെ പല രൂപങ്ങൾ, 6 or 7 രൂപങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സ്വലാത്തിന്റെ രൂപങ്ങൾ 6 or 7 സനദുകളിൽ കൂടെ സഹീഹായി സ്ഥിരപ്പെട്ടു വന്നതാണ്. അത് പലതും മാറ്റി നിർത്തിയിട്ട് നാരിയ സ്വലാത്ത് എന്ന് പറഞ്ഞ സ്വലാത്ത് രംഗത്ത് കൊണ്ടുവന്ന് അത് പല പ്രാവശ്യം പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. നാരിയ സ്വലാത്ത് പേര് തന്നെ തീയാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ അർഹതപ്പെടുന്നത് തീയിലേക്ക് പോകാനുമാണ്. നാരിയ സ്വലാത്ത് 6 or 7 സഹീഹായ റിപ്പോർട്ടിന്റെ വഴികളിൽ കൂടെ വന്നതിന് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതൊക്കെ മാറ്റി നിർത്തി, ഇബ്രാഹിമി സ്വലാത്തൊക്കെ മാറ്റി നിർത്തി. ഇവർക്ക് ഈ നാരിയ സ്വലാത്ത്, തീയും ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെടുള്ളൂ. അതിന് ബഹുമാനാകും. ആരേതുണ്ടാക്കി, ആരെ അങ്ങനത്തെ ഒരു വാക്കുകൾ, പദങ്ങൾ കൂട്ടിച്ചേർത്തത് ഒരുമിച്ച് കൂട്ടി എന്നുള്ള കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പങ്ങളുള്ളതാണ്. ഇതുപോലത്തെ ഇതൊക്കെ ഗുരുവാണുള്ളത്. അതിലൊക്കെ ഗുരുവാണ്. അതിൽ പറയുന്ന പദങ്ങൾ, വാക്കുകളിലൊക്കെ ഉള്ളത്. ഈ പറയുന്ന പരിധി വിട്ട് കടക്കരുത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്ന, വർജിക്കുന്ന, അള്ളാഹുവിന്റെ സന്ദേശം സൃഷ്ടികൾക്ക് ഉത്തരവാദിത്തം വളരെ ഭംഗിയായ നിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന് പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള, ആകാശങ്ങളിലെ മലക്കുകളും മറ്റുള്ള അർവാഹുകളും ഭൂമിയിലുമുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടികളും അള്ളാഹുവിന്റെ അടുത്തേക്ക് അടിമകളായി ചെല്ലുന്നവൻ. അതിൽ ഒരാളും ആരാധ്യനോ ഇലാഹോ അതല്ലെങ്കിൽ റബ്ബോ അതല്ലെങ്കിൽ ലോകത്തിന്റെ നിയന്താവോ മഴ വർഷിപ്പിക്കുന്ന ആളോ ദോഷം പൊറുക്കുന്ന ആളോ ഒരാളുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അവൻ അവകാശപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. മഹാന്മാരായ മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബൽ ഇബാദും മുക്രമൂൻ, ബഹുമാന ആദരണീയരായ അടിമകളാണവർ. ബഹുമാന ആദരണീയരായ അടിമകളാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അള്ളാഹു എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് അവർ കടക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് വളരെ ഭംഗിയായി അവർ നിർവഹിക്കുന്നവരാണ്. പ്രവാചകന്മാര് പലരെയും അള്ളാഹു വിശേഷിപ്പിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, വക്കാന അബ്ദൻ ശകൂറ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചു, വക്കാന അബ്ദൻ ശകൂറ, വളരെയധികം നന്ദിയുള്ള അടിമയായിരുന്നു. മറ്റൊരു പ്രവാചകൻ വലിയ അധികാരവും സ്ഥാനമാനങ്ങളും ലഭിച്ച ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വദ്കുർ അബ്ദന ദാവൂദ്, നമ്മുടെ അടിമ, നമ്മുടെ അടിമായം. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞ സമയങ്ങളിലൊക്കെ അബ്ദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്ത അനുഗ്രഹം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്, പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുക്കുക എന്ന മഹത്തായ നിഅമത്താണ്. അത് പറയുന്ന പരാമർശിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദി, അവന്റെ അടിമ എന്ന് പറഞ്ഞ റസൂൽ. അതേപോലെ തന്നെ ഇസ്രാഉം അതിനോട് തുടർന്നുകൊണ്ടുള്ള മിഅ്റാജ് പോലത്തെ മഹത്തായ ആ സംഭവം പരാമർശിക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അവന്റെ അടിമയെ കൊണ്ട് രാത്രി സഞ്ചാരം നടത്തി അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലും വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉ, വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉ, സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾക്ക് ദഅവത്ത് നടത്തുന്ന ആ സംഭവം പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാ, ഇബാദത്ത് ഭംഗിയായ നിലക്ക് നിർവഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാ എന്ന് പറഞ്ഞു. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, മിഅ്റാജിന്റെ ആ രാത്രിയിൽ 7 ആകാശത്തിന്റെ മുകളിൽ വെച്ച് അല്ലാഹു വഹി നൽകിയ ആ കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ ഫഔഹാ ഇലാ അബ്ദിഹി, അല്ലാഹു അവന്റെ അടിമയിലേക്ക് വഹി നൽകി എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ വിശേഷിപ്പിച്ചത്. അല്ലാഹുവിന്റെ മഹാന്മാരായ ഈ മലക്കുകൾ, ബഹുമാന ആദരണീയരായ പ്രവാചകന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അടക്കമുള്ള ഇവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച് അവരെക്കുറിച്ച് പരാമർശിച്ച സമയത്തൊക്കെ അടിമകൾ, അടിമ എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചത്. ഇത്ര ബഹുമാന ആദരണീയരായ ഇവരുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ മനുഷ്യരായ മറ്റുള്ള ആളുകൾ എത്ര വലിയ സാലിഹാണെങ്കിലും വലിയാണെങ്കിലും അവരുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആളുകൾ ഇതിൽ പരിധി വിട്ട് പോയിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പല ആളുകളെയും ബഹുമാന ആദരവിന്റെ പേരും പറഞ്ഞ് അവർക്ക് അള്ളാഹുവിന്റെ അവകാശങ്ങൾ, ഹക്കുകൾ അത് ഇവർക്ക് ചാർത്തി കൊടുത്തുകൊണ്ട് നസാറാക്കളായ ആളുകൾ അതപ്പതിച്ചതുപോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറയാൻ മടിച്ചു നിന്ന കാര്യങ്ങൾ പോലും പറയുന്ന പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ മുസ്തഫ എന്ന് പറഞ്ഞു. മുസ്തഫ എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ച സമയത്ത് ചില സ്ഥലത്ത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവര്, അല്ലാഹുവിന്റെ മഹത്തായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവര് എന്ന് പരാമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫീനൽ അഖ്യാർ. ഈ പറയുന്ന ആയത്തിലും മറ്റ് ചില ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ഇസ്തിഫാ എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് പരാമർശിച്ചത് നമുക്ക് കാണാൻ കഴിയും. അൽ മുസ്തഫീനൽ അഖ്യാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാകുന്നു അല്ലാഹുവിന്റെ മഹത്തായ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. പ്രവാചകന്മാരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പല പ്രവാചകന്മാരെയും പരാമർശിച്ചതിന്റെ ശേഷം വദ്കുർ ഇബാദന ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ എന്നൊക്കെ പറഞ്ഞു. വ ഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫീനൽ അഖ്യാർ, തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു മഹത്തായ ഈ ഉത്തരവാദിത്തങ്ങൾക്ക് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ടാണ് അൽ മുസ്തഫ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത്. നബിയുൽ മുജ്തബ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ നബുവത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അൽ മുജ്തബ എന്ന് പറഞ്ഞതും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു യജ്തബി എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ആ പറയുന്ന വാക്കിൽ വിശേഷിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ചില ആളുകളെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വനബിയുൽ മുജ്തബ വജ്തബൈനാഹും വഹദൈനാഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചതിന്റെ ശേഷം പറഞ്ഞു വജ്തബൈനാഹും വഹദൈനാഹും. അതിന്റെയും അർത്ഥം പ്രത്യേകമായ ഉത്തരവാദിത്വം നൽകാൻ വേണ്ടി നാം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. പിന്നെ പറഞ്ഞു വറസൂലുഹുൽ മുർത്തല എന്ന് പറഞ്ഞു. വറസൂലുഹുൽ മുർത്തല ആ പറഞ്ഞതും തന്നെ പരിശുദ്ധ ഖുർആനിൽ വന്നതാണ്. ഇല്ലാ മനിർതലാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഇല്ലാ മനിർതലാ മിർ റസൂലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട അവന്റെ അടിമകളിൽ നിന്നുള്ള പ്രവാചകന്മാർ. ഈ പറയുന്ന 3 വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ വന്ന ആ അദബ് അത് പാലിച്ചുകൊണ്ടാണ് അല്ലാമ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അബ്ദുൽ മുസ്തഫ വ നബിയുൽ മുജ്തബ വ റസൂലുൽ മുർത്തല എന്ന് പറയുന്ന ഈ 3 വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ വന്ന്
അതിൽ നിന്ന് മനസ്സിലാക്കി ആ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആദരവിന്റെ ബഹുമാനത്തിന്റെ വാക്കുകൾ മഹാനായ ആ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉപയോഗിച്ചു. അള്ളാഹു പറയാത്തതോ അർഹതപ്പെടാത്തതോ മറ്റുള്ള ഏതെങ്കിലും വാക്കുകളോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഉപയോഗപ്പെടുത്തിയില്ല. ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചു ആദരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് പാലിക്കേണ്ട അദബ് അത് തന്നെയാണ് താൻ. അദബ് ഈ പറയുന്ന മഹാനായ ഈ പണ്ഡിതൻ അദ്ദേഹം പാലിച്ച ഈ അദബ് തന്നെയാണ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന സ്ഥലത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, യഅലം അന്ന കുല്ല റസൂലിൻ നബിയ്യുൻ വലൈസ കുല്ലു നബിയ്യിൻ റസൂലൻ. എല്ലാ റസൂലും നബിയാണ് എന്ന് എല്ലാ നബിമാരും മുർസലീങ്ങളല്ല. ഈ ലോകത്ത് 1,00,000 പുറത്ത് നബിമാര് വന്നിട്ടുണ്ട്. അതിൽ 300 ചില്ലാനം ആളുകളാണ് മുർസലീങ്ങൾ എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് 300 ചില്ലാനം ആളുകളാണ്. 300 ചില്ലാനം ആളുകളാണ്. അതിന്റെ ശേഷം അദ്ദേഹം പറയാണ്, والنبي من بعث التقرير وهو بالتبع مأمور بتبليغه إذ من المعلوم أن العلماء مأمورون بذلك فهم بذلك أولى. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഷെയ്ഖ് ഫൗസാനും പോലത്തവര് ഈ പറയുന്ന അദബുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി പാലിച്ച ഈ അദബുകൾ നമ്മൾ അതിൽ പാലിക്കാൻ തയ്യാറാവണം. ഈ അദബുകൾ നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. ഒരാള് നബിയാണ് റസൂലാണ് എന്ന് വന്ന് പറഞ്ഞാൽ, ഒരാൾ വന്ന് പറയാണ് സമൂഹത്തിൽ വന്ന് അദ്ദേഹം നബിയാണ് റസൂലാണ് എന്ന് വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾക്ക് അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ, അദ്ദേഹം കൊണ്ടുവന്ന ഈ ആദർശത്തിൽ അദ്ദേഹം സത്യത്തിന്റെ ആളാണോ കള്ളനാണോ എന്ന് എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുക? ഒരാൾ നബിയാണ് റസൂലാണ് എന്ന് വന്ന് പറഞ്ഞാൽ ആ വ്യക്തി സത്യമാണോ പറയുന്നത് കള്ളമാണോ പറയുന്നത് എന്ന് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, 2-3 നിലക്ക് ആ വ്യക്തി അദ്ദേഹം സത്യത്തിന്റെ ആളാണ് എന്നുള്ളത് മനസ്സിലാകാൻ 2-3 കാരണങ്ങൾ മാർഗങ്ങളുണ്ട്. ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാണ് റസൂലാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ ജനങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ വേണ്ടി അവരുടെ കയ്യാലെ ചില തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ, ബുർഹാനുകൾ, രേഖകൾ അവരുടെ കയ്യിൽ കൊടുക്കും. പ്രത്യേകമായ ചില തെളിവുകൾ അവർക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി പല പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, സാലിഹ് നബിക്ക്, ഹൂദ് നബിക്ക്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് അതുപോലത്തെ പല ദൃഷ്ടാന്തങ്ങൾ, രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അൽ ഉമ്മി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എഴുത്തും വായനയും അറിയാത്ത ആൾ, എഴുതാൻ അറിയൂല, വായിക്കാനും അറിയൂല. ഇതായിരുന്നു റസൂലിന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് അൽ ഉമ്മി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനവും ആദരവുമാണ്. നമ്മിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ റസൂൽ ഉമ്മിയായിരുന്നു, ഞാൻ ഉമ്മിയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അവഹേളനമാണ്. റസൂൽ ഉമ്മിയായിരുന്നു, ഞാനും ഉമ്മിയാണ് എന്നാരും പറയാൻ നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ് എന്ന് പറയും, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. അതോടുകൂടെ ഇത്തര മഹത്തായ ഒരു ശറഉം ദീനും അതിന്റെ ഏറ്റവും വലിയ ആണിക്കല്ലായ ഖുർആനും സുന്നത്തുമായി വന്നു എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആൻ, അതിന്റെ ആ വെല്ലുവിളി, ലോകത്തുള്ള ഇത്ര വലിയ കഴിവും പ്രാപ്തിയും അവകാശപ്പെടുന്ന ആളുകളോട് ഇതുപോലത്തെ ഒരു സൂറത്ത്, അതല്ലെങ്കിൽ ഒരായത്ത്, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരി എന്ന് പറയുന്ന വെല്ലുവിളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സാധിക്കാനും പോകുന്നില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ഈ പറയുന്ന ശത്രുക്കൾ ഇത്രത്തോളം ഉണ്ടായിട്ട്, എതിർപ്പുകളും വിമർശനങ്ങളും ഇത്രത്തോളം ഉണ്ടായി, ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിട്ട് കൂടി
എത്ര ആളുകളാണ് ചെറിയവരും വലിയവരും കുട്ടികളും മുതിർന്നവരുമായി പരിശുദ്ധമായ ഖുർആന് പഠിക്കുന്നത്, അത് പാരായണം ചെയ്യുന്നത്, അത് മനഃപ്പാഠമാക്കുന്നത്, അത് പഠിക്കുന്നത് എത്രയാണ്. ശത്രുക്കൾ ഈ പ്രകാശം കെടുത്താൻ വേണ്ടി സകല പണികളും പയറ്റിയിട്ട് പോലും എത്ര ആളുകളാണ് മഹത്തായ ആ ഗ്രന്ഥം ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്, അതിനുവേണ്ടി ശ്രമം നടത്തുന്നത്. അള്ളാഹുവിന്റെ ഫള് കൊണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവൻ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ മഹത്തായ ഗ്രന്ഥം പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു ആൾക്കൂട്ടമാണ് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇങ്ങനെ എത്രയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ഇങ്ങനത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ വക്താക്കൾക്കല്ല, അതിന്റെ ശത്രുക്കൾക്ക് പറയേണ്ടി വരികയാണ്, അത് പരിശുദ്ധമായ ഖുർആനാണ്. ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയേണ്ടി വരികയാണ്, അത് പരിശുദ്ധ ഖുർആനാണ്. എത്ര എതിർപ്പുകൾ, വിമർശനങ്ങൾ, ഏതൊക്കെ ആളുകൾ ഈ പ്രകാശം കെടുത്തിക്കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നിട്ടുകൂടി ലോകത്ത് ഖിയാമത്ത് നാൾ വരെ അത് ഉയർത്തിപ്പിടിക്കുന്ന, ബഹുമാനിച്ചാദരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ട് താനും. അത് മനഃപ്പാഠമാക്കാൻ, അത് തെറ്റുതിരുത്തി വായിച്ചു പഠിക്കാൻ, അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി അത് വിശകലനം ചെയ്ത് അതിനോട് പിന്തുടരാൻ പരിശുദ്ധ ഖുർആനിന്റെ ഈ ഖുർആനില്ലാതെ പിന്നീട് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങൾ, ദീന്, പ്രവാചകൻ കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന മറഞ്ഞ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ അനുയായികൾക്ക് പല സന്ദേശങ്ങളും നൽകിയിട്ടുണ്ട്, പല സന്തോഷ വാർത്തയും അവർക്ക് നൽകിയിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട്, കൊടുമ്പിരി കൊണ്ട് മദീനത്തെ ഖന്ദഖ് എന്ന് പറഞ്ഞ ശത്രുക്കൾ വരും എന്ന് കരുതി മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി കടങ്ങു കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അവർ ജീവിക്കുന്ന സമയത്ത്, പ്രയാസകരമായ സാഹചര്യത്തിൽ ശത്രുക്കൾ ഏത് സമയവും മദീന വന്ന് ആക്രമിക്കും എന്ന് ഭീഷണി നേരിടുന്ന ആ സമയത്ത് പറഞ്ഞു, കിസ്റ, കൈസർ, അന്ന് ലോകത്തുള്ള വൻ ശക്തികളായ ആളുകളുടെ കൊട്ടാരങ്ങൾ തന്റെ ഉമ്മത്തിന്റെ കീഴിൽ വരും, അവിടെയുള്ള ഖജാനകളും സമ്പത്തുകളും ഈ ഉമ്മത്തിന്റെ കീഴിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സന്തോഷവാർത്ത അറിയിച്ചു. അതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിന്റെ മുമ്പും അതിന്റെ ശേഷവും ആ അനുചരന്മാർക്ക് അത് പുലർന്നു. അബൂലഹബ് എന്ന് പറയുന്ന തന്നെ ജീവിതകാലത്ത് എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തിയ പിതൃവ്യനായ അബൂലഹബ്, ആ മനുഷ്യനെ കുറിച്ച് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അവന്റെ കരങ്ങൾ നശിക്കട്ടെ, അത് നശിച്ചു എന്ന് പറഞ്ഞു. ആ അബൂലഹബ് ഇസ്ലാമിലേക്ക് വന്നില്ല, ബഹുമാന ആദരണീയനായി പിന്നീട് ജീവിക്കാനും കഴിഞ്ഞില്ല. ബദ്ർ യുദ്ധം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളുടെ ശേഷം പ്രത്യേകമായ പ്ലേഗ് പോലത്തെ ഒരു രോഗം പിടിപെടുകയും അബൂലഹബ് മരണപ്പെട്ടതിന്റെ ശേഷം തന്റെ സ്വന്തം മക്കൾക്ക് പോലും മറമാടാൻ രോഗം പരക്കും എന്ന് പേടിച്ച് 2 ദിവസത്തോളം ആളുകൾ തിരിഞ്ഞു നോക്കാതെ ശവശരീരം ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന പരിതാപകരമായ അവസ്ഥയുണ്ട് അബൂലഹബിന്. അങ്ങനെ ആ മനുഷ്യനെ പിന്നെ മറ്റു ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയ മക്കൾ കൊണ്ടുപോയി കുഴിച്ചുമൂടി എത്രയും പെട്ടെന്ന് സുരക്ഷിതരാകുക ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു ജീവിതകാലത്ത് തന്നെ. ഖുറൈശി പ്രമുഖനായിരുന്നു, അഴകുള്ള ആളായിരുന്നു, പ്രശസ്തരായിരുന്നു അബൂലഹബ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യയുടെ കൂടെ കഷ്ടപ്പെടുത്തി ഉപദ്രവിച്ചപ്പോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കരങ്ങൾ നശിച്ചു പോയി ലോകത്ത് വെച്ച്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമങ്ങൾ, കൽപ്പനകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്നും ശത്രുക്കളായ ആളുകൾക്ക് പോലും അത് നല്ലതാണ് എന്ന് പറയേണ്ടി വരികയാണ്, അംഗീകരിക്കേണ്ടി വരികയാണ്. അതിൽപ്പെട്ട പലിശയുടെ കാര്യം, സാമ്പത്തികമായിട്ടുള്ള പലിശയുടെ കാര്യം. പലിശ തെറ്റാണ്, അതിന്റെ അപകടങ്ങൾ, അതിന്റെ ദൂഷ്യങ്ങൾ അത് ജനങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുത്തു ആയത്തുകളിൽ കൂടെ, ഹദീസുകളിൽ കൂടെ. അത് തെറ്റാണ്, അത് പരാജയത്തിന് കാരണമാണ്, സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല അതുകൊണ്ടുണ്ടാകുന്നത്, അധപ്പതനമാണ് എന്ന് ഇന്ന് ലോകത്തെ ആളുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് നടത്തുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പരാജയമാണ് എന്ന് ഇന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരികയാണ്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന, വളരെ അടുത്ത് ഇടപഴകി ജീവിച്ച ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയാണെങ്കിൽ
ആ പ്രവാചകന് തുടക്കത്തിൽ വഹി വന്ന സമയത്ത് അന്ന് നസാറ മതം പഠിച്ചിരുന്ന വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ചെന്ന സമയത്ത് ആ മനുഷ്യനാണെങ്കിൽ തന്റെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാർ, സ്ത്രീകളും പുരുഷന്മാരുമായ അവരെ മുന്നിൽ വെച്ച് ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ യാതൊരു വൈരുദ്ധ്യവുമില്ല, യാതൊരു കളവുമില്ല. ആളുകൾക്ക് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുന്ന നിലക്ക്, സത്യസന്ധമായ നിലക്ക് പുലരുന്ന കാര്യങ്ങൾ, അത്ഭുതാവഹമായ മറ്റൊരുപാട് കാര്യങ്ങൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം തസ്ബീഹ് ചെല്ലുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. ആ പ്രവാചകന്റെ കൈവിരലുകളുടെ ഇടയിൽ കൂടെ വെള്ളം പൊട്ടിയൊലിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചിരുന്നു. ആ പ്രവാചകൻ ഖുത്ബ പറഞ്ഞ് മാറ്റിവെച്ച ഉണങ്ങിത്തരിച്ച ഈത്തപ്പന മുട്ടി തേങ്ങിക്കരയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ പറയുന്ന സംഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണങ്ങിത്തരിശായ ഈത്തപ്പനമരം, ഈത്തപ്പന മുട്ടി ആ പ്രവാചകനെ കിട്ടാത്തതിന്റെ, ആ പ്രവാചകന്റെ സാമീപ്യം നഷ്ടപ്പെട്ടിട്ട് തേങ്ങിക്കരയുന്ന മനുഷ്യരെ, നമുക്ക് ആ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുന്നത്ത് അത് മുറുകെ പിടിക്കാതെ പോകുമ്പോൾ സങ്കടം തോന്നുന്നില്ലേ? നമുക്ക് വിഷമം തോന്നുന്നില്ലേ? ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അസറുകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ സന്ദേശവുമായി വന്ന് അന്ന് ലോകത്തറിയപ്പെട്ട വൻ ശക്തികള്, സമർത്ഥരായ പ്രാപ്തരും കഴിവുമുള്ള രാജാക്കന്മാർ, അവര് ഈ പ്രവാചകന്റെ സന്ദേശം അത് വിശ്വസിക്കുന്ന നിലയ്ക്ക് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയും മറ്റ് പ്രവാചകന്മാർ അവര് നബുവത്തുമായി വന്ന് സത്യത്തിന്റെ ആളുകളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ പല ജാതി തെളിവുകളും രേഖകളും അവരുടെ മുന്നിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. നേരെ മറിച്ച് ഒരാൾ കള്ളത്തരം പറഞ്ഞു വന്നതാണെങ്കിൽ, കള്ളവാദവുമായി വന്ന ആളുകളാണെങ്കിൽ, കഴിഞ്ഞുപോയ കാലത്താണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും നബിയാണ് റസൂലാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ വാദത്തിന് നിലനിൽപ്പ് കൊടുക്കുകയില്ല. കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞാൽ തന്നെ പിന്നീട് ജനങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ, എതിരായ കാര്യങ്ങൾ, അവന്റെ കള്ളത്തരങ്ങൾ മനസ്സിലാകുന്ന നിലക്ക് കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെളിവാക്കി കൊടുക്കും, പ്രകടമാക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന സമയത്ത്, മക്ക കാലഘട്ടത്തിൽ റസൂലിനും അവിടുത്തെ സഹാബികളും പ്രയാസകരമായ പരിതാപകരമായ ആ സാഹചര്യത്തിൽ കഴിച്ചുകൂട്ടുന്ന സമയത്ത് അന്ന് അവിടുത്തെ അനുചരന്മാർ മക്കയിൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസം സഹിക്കാൻ കഴിയാതെ അവര് ഹബശയിലേക്ക്, ആഫ്രിക്കയിലേക്ക് ഹിജ്റ പോയി. ആഫ്രിക്ക എന്ന് പറയുന്ന നാട്ടിലേക്ക് ഹിജ്റ പോയ സംഭവമുണ്ട്. ഹബശയിലേക്ക് ആദ്യത്തെ ഹിജ്റ. അങ്ങനെ ഹിജ്റ ചെന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ ആ ഹിജ്റയിൽ അവരുടെ കൂടെ പോയ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അബൂ സലമയും ഉണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവായ അബൂ സലമയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവര് ഹബശയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോയ ആ സംഭവം, അങ്ങനെ അവിടെയുണ്ടായ പ്രയാസകരമായ ചില സംഭവങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയാൻ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സൗജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ലമ്മാ നസൽനാ അർളൽ ഹബശതി ജാവർനാ ബിഹാ ഖൈറ ജാരിൻ അൻ-നജ്ജാശി. ഞങ്ങൾ ഹബശയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ അവിടെ അവിടെയുള്ള ഏറ്റവും നല്ല രാജാവായിരുന്ന നജ്ജാശിയുടെ അടുത്ത് ഏറ്റവും നല്ല നിലക്കാണ് ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയത്. അമിന്ന അലാ ദീനിന വഅബദന അല്ലാഹ് ലാ നുഉദ. ഞങ്ങളുടെ ആദർശത്തിന്റെ കാര്യത്തിൽ, ദീന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ സുരക്ഷയായിരുന്നു. ഞങ്ങളെ ആരും ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനുമില്ല. ഞങ്ങൾ അല്ലാഹുവിന് സമാധാനത്തോടു കൂടെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവിടെ നിന്നു. വലാ നസ്മഉ ശൈഅൻ നക്റഹു. ഞങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം എവിടെ നിന്നും ഒരു വാക്ക് കേൾക്കുന്നില്ല. അങ്ങനെ ഫലമ്മ ബലഗ ദാലിക ഖുറൈശൻ. അങ്ങനെ ഖുറൈശികൾക്ക് ഈ വിവരം കിട്ടി, ഞങ്ങൾ അവിടെ സുരക്ഷിതരാണ് എന്ന്. അപ്പൊ ഇതമറു അൻ യബ്അസു ഇല നജ്ജാശി ഫീനാ റജുലൈനി ജൽദൈൻ. ശക്തരായ സമർത്ഥരായ രണ്ട് ആളുകളെ ഞങ്ങൾ അവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഉപദ്രവിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, രണ്ടാളെ പറഞ്ഞയക്കാൻ വേണ്ടി ഖുറൈശികൾ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. വഅൻ യഹ്ദൂ ലിന്നജ്ജാശി ഹദായ മിമ്മാ യുസ്തസ്റഫു മിൻ മതാഇ മക്ക. മക്കയിൽ നിന്ന്
ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്ന സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ സമ്മാനങ്ങൾ കുറച്ച് നജ്ജാശിക്ക് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. നജ്ജാശി രാജാവിന് മക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന തോല് അതായിരുന്നു ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സാധനം തുകൽ എന്നുള്ളതായ മൃഗങ്ങളുടെ തുകലുകളായിരുന്നു ആഫ്രിക്കക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഫജമഉ ലഹു അദമൻ കസീറൻ, ഒരുപാട് തുകലുകൾ മക്കക്കാരായ ആളുകൾ ഖുറൈശികൾ ഒരുമിച്ച് കൂട്ടി. വലം യത്റുകു മിൻ ബതാരിഖതിഹി ബിത്വരീഖൻ ഇല്ലാ അഹദൗ ലഹു ഹദിയ. നജ്ജാശിയുടെ അന്നത്തെ അവിടുത്തെ പുരോഹിതന്മാരായ കൊട്ടാര പുരോഹിതന്മാരായ പ്രമുഖരായ ആളുകൾക്കും കണ്ടമാനം സമ്മാനങ്ങൾ ഇവര് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അബി റബീഅ ബിൻ മുഗൈറ അൽ മഖ്സൂമിയും അംർ ബിൻ ആസ് ബിൻ വാഇൽ അസ്സഹമി എന്ന് പറയുന്ന പ്രമുഖരായ സമർത്ഥരായ രാജാക്കന്മാരുടെ ആടുകളിലേക്ക് പ്രതിനിധികളായി പോകുന്ന ഈ രണ്ട് ആളുകളെ അവർ പറഞ്ഞയച്ചു. അവരോട് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് ചട്ടം കെട്ടി. അവർ പറഞ്ഞു, ഇദ്ഫഉ ഇലാ കുല്ലി ബിത്വരീഖിൻ ഹദിയത്തൻ ഖബ്ല അൻ തുകല്ലിമു നജ്ജാശിയ ഫീഹി. ഈ ഹിജ്റ പോയ ആളുകളെ കാര്യം നജ്ജാശിയോട് പറയുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ കൊട്ടാര പുരോഹിതന്മാരുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് കാര്യങ്ങൾ പറയണം. അവർക്ക് നിങ്ങൾ ഈ സമ്മാനങ്ങൾ ധാരാളം അവർക്ക് കൊടുക്കണം. അവരോട് പറഞ്ഞതിന്റെ ശേഷം പിന്നെ നിങ്ങൾ നജ്ജാശിയുടെ അടുത്ത് പോയി, രാജാവിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ സമ്മാനങ്ങളും കൊണ്ടുപോയി കൊടുക്കി. എന്നിട്ട് ഈ ഹിജ്റ വന്ന മക്കക്കാരായ ആളുകളെ, മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി വീണ്ടും മക്കയിലേക്ക് തന്നെ പുറത്താക്കി പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങൾ രാജാവിനോട് പറയണം എന്ന് പറഞ്ഞു. അവരുടെ കാര്യം സംസാരിച്ചു. ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ ഈ രണ്ടാളുകള് ഖുറൈശികളുടെ കൽപ്പന പ്രകാരം ആഫ്രിക്കയിൽ ചെന്നു. ഫഖദിമ അല നജ്ജാശി, രാജാവിന്റെ അടുത്ത് ചെന്നു. വനഹനു ഇൻദഹു ബിഖൈരി ദാരിൻ വഇൻദ ഖൈരി ജാരിൻ, ഞങ്ങളവിടെ വളരെ സമാധാനത്തോടെ സുരക്ഷിതരായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടാൻ. ഫലം യബ്ഖ മിൻ ബതാരിഖതിഹി ബിത്വരീഖിൻ ഇല്ലാ ദഫഅ ഇലൈഹി ഹദിയതഹു, അവിടുത്തെ കൊട്ടാര പുരോഹിതന്മാർ എല്ലാവർക്കും സമ്മാനങ്ങൾ ഇവർ കൊടുത്തു രാജാവിനോട് സംസാരിക്കുന്നതിന് മുമ്പ്. അങ്ങനെ അവർ ഈ കൊട്ടാര പുരോഹിതന്മാരോട് പറഞ്ഞു, ഇന്നഹു ഖദ് സബഅ ഇലാ ബലദിൽ മലികി മിന്നാ ഗിൽമാനുൻ സുഫഹ, ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് യുവാക്കൾ, വിഡ്ഢികളായ കുറച്ച് യുവാക്കൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫാറഖൂ ദീന ഖൗമിഹിം, സ്വന്തം നാട്ടുകാരുടെ ആദർശം അവരൊഴിവാക്കി. എന്നാൽ നിങ്ങളുടെ ആദർശത്തിൽ ദീനിൽ അവർ കടന്നിട്ടില്ല. നസാറാക്കളായിരുന്നു അവർ അന്നുണ്ടായിരുന്നത്. ഹബശയിൽ നസാറാക്കൾ നിങ്ങളെ ദീനോട് സ്വീകരിച്ചിട്ടില്ല. വജാഉ ബിദീനിൻ മുബ്തദഇൻ, പുതിയ ഒരു ആദർശവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ലാ നഅരിഫുഹു നഹ്നു വലാ അൻതും, ഞങ്ങൾക്കും നിങ്ങൾക്കും ആദർശം അറിയില്ല ഇവർ കൊണ്ടുവന്നത്. വഖദ് ബഅസനാ ഇലൽ മലികി ഫീഹിം അശ്റാഫു ഖൗമിൻ, ഞങ്ങളുടെ നാട്ടിലുള്ള പ്രമുഖരാണ് രാജാവിന്റെ അടുത്തേക്ക് ഞങ്ങൾ അയച്ചിട്ടുള്ളത്. ലിനറുദ്ദഹും ഇലൈഹിം, ഇവരെ ആ നാട്ടിലേക്ക് തന്നെ മടക്കിക്കൊണ്ടു ചെല്ലാൻ. അതുകൊണ്ട് ഇതൊക്കെ ഇവർ പറയുന്നത് പുരോഹിതന്മാരോട്. ഫഇദാ കല്ലംനൽ മലിക ഫീഹിം, ഇവരുടെ കാര്യം സംസാരിച്ചുകൊണ്ട് രാജാവിനോട് ഞങ്ങൾ പറഞ്ഞാൽ ഫതുശീറു അലൈഹി ബിഅൻ യുസ്ലിമഹും ഇലൈനാ, ഞങ്ങളെ കൂടെ ഈ ആളുകളെ ഇവിടെ നിന്ന് പുറത്താക്കി മക്കയിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങളും രാജാവിനോട് സംസാരിക്കണം, അഭിപ്രായപ്പെടണം എന്ന് പറഞ്ഞു. വലാ യുകല്ലിമുഹും, അവരോടൊരു കാര്യം രാജാവ് സംസാരിക്കും ചെയ്യരുതേ, ഈ മക്കയിൽ നിന്ന് വന്ന ഈ മുസ്ലിമീങ്ങളോടൊരു കാര്യം രാജാവ് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഫഇന്ന ഖൗമഹും അഅലാ ബിഹിം ഐനൻ വഅഅലമു ബിമാ ആബു അലൈഹി, ഞങ്ങളുടെ നാട്ടിലുള്ള പ്രമുഖർക്ക് ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയും. രാജാവിന് അവരെക്കുറിച്ചൊന്നും ചോദിക്കാനും അവരോട് ചർച്ച ചെയ്യാനും നിൽക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാലു ലഹുമാ നഅം, ഈ പറയുന്ന പുരോഹിതന്മാരോട് ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. സുമ്മ ഇന്നഹുമാ ഖറബാ ഹദായാഹും ഇലൻ നജാശി, അങ്ങനെ പിന്നീട് അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഫഖബിലഹാ മിൻഹുമാ, രാജാവ് ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു. സുമ്മ കല്ലമാഹു, രാജാവിനോട് അവർ സംസാരിച്ചു. അയ്യുഹൽ മലിക്കു, രാജാവേ, ഇന്നഹു ഖദ് സബാ ഇലാ ബലദിക മിന്നാ ഗിൽമാനുൻ സുഫഹ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിഡ്ഢികളായ കുറച്ച് യുവാക്കൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ദീനിൽ നിന്ന് പുറത്തുപോയിട്ട്. ഫാറഖൂ ദീന ഖൗമിൻ, സ്വന്തം ആളുകളുടെ ദീന് അവരൊഴിവാക്കി. വലം യദ്ഖുലൂ ഫീ ദീനി, നിങ്ങളുടെ ദീനിലെ അവർ പ്രവേശിച്ചിട്ടില്ല. വജാഉ ബിദീനിൻ മുബ്തദഇൻ ലാ നഅരിഫുഹു നഹ്നു വലാ അൻത്, ഞങ്ങൾക്കും നിങ്ങൾക്കും അറിയാത്ത പുതിയ ദീനുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. വഖദ് ബഅസനാ ഇലൈക ഫീഹിം അശ്റാഫു ഖൗമിഹിം മിൻ ആബാഇഹിം വഅമാമിഹിം വഅശാഇരിഹിം, ആ നാട്ടിലുള്ള പ്രമുഖര്, അവരുടെ പിതാക്കൾ അതിലുണ്ട്, പിതൃവ്യന്മാരതിലുണ്ട്, കുടുംബങ്ങൾ അതിലുണ്ട്, അവരാണ് ഞങ്ങളെ നിങ്ങളിലേക്ക് അയച്ചത്. ലിതറുദ്ദഹും ഇലൈഹിം, ഇവരെ മക്കയിലേക്ക് എന്നെ മടക്കണം, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. വഹും അഅലാ ബിഹിം ഐനൻ വഅഅലമു ബിമാ ആബു അലൈഹിം, അവർക്ക് ആ നാട്ടിലുള്ള ആളുകൾക്ക്, ഖുറൈശികൾക്ക് ഈ വന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയും. ഇവരുടെ വീഴ്ച എന്താണ്, ഇവരുടെ തെറ്റെന്താണെന്ന് അവർക്കറിയും.
قالت ولم يكن شيء أبغض إلى عبد الله بن أبي رابية وعمر بن العاص من أن يسمع النجاشي كلام. ഈ വന്ന രണ്ട് പ്രതിനിധികൾ അവരുടെ മനസ്സിൽ നജാശി ഒരിക്കലും അവരെ കാണരുത്, ഈ ആളുകളോടൊന്നും സംസാരിക്കരുത്, മുസ്ലിമീങ്ങളോടൊന്നും സംസാരിക്കരുത് എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഫഖാലത്ത് ബതാരിഖതുഹു ഹൗല, ഈ പറയുന്ന രണ്ടാളുകൾ രാജാവിനോട് ഇതൊക്കെ പറഞ്ഞപ്പോ അവിടെയുള്ള പുരോഹിതന്മാർ പറഞ്ഞു, സദഖു അയ്യുഹൽ മലിക്, രാജാവെ അവർ സത്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ ജനങ്ങൾക്ക് ഏറ്റവും അവരെ കുറിച്ച് അറിയുന്നത് കൊണ്ട് ഫൽയറുദ്ദാഹും ഇലാ ബിലാദിഹിം വഖൗമിഹിം, അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പിടിച്ച് ഇവരെ കൂടെ അവിടെ മക്കയിലേക്ക് തന്നെ മടക്കി അയക്കുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഫഗളിബൻ നജാശി, നജാശിയായ ആ രാജാവ് അദ്ദേഹം ദേഷ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ ഹൈമുല്ലാഹി ഇദൻ ലാ ഉസ്ലിമുഹും ഇലൈഹിമ വലാ ഉകാദു ഖൗമൻ ജാവറൂനി വനസലു ബിലാദി വഖ്താറൂനി അലാ മൻ സിവാ, ഒരിക്കലുമില്ല എന്റെ നാട്ടിൽ വന്ന് സമാധാനത്തോടെ സുരക്ഷയോടെ എന്നെ മാത്രം പ്രതീക്ഷിച്ചു ഇവിടെ വന്ന ഈ ആളുകൾ ഒരിക്കലും അവരുടെ നാട്ടിലേക്ക് ഞാൻ പറഞ്ഞയക്കുകയില്ല, അവർ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയില്ല. എന്താണ് അവർക്ക് പറയാനുള്ള കാര്യമെന്ന് അവരോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ പുറത്താക്കേണ്ടവരാണെങ്കിൽ പുറത്താക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ഞാൻ സുരക്ഷിതരായിട്ട് ഇവിടെ താമസിക്കാൻ അനുവദിക്കും എന്ന് പറഞ്ഞു. മാ യഖൂലു ഹാദാനി ഫീ അംരിഹിം, എന്താണ് ഈ വന്ന രണ്ടാളുകൾ പറയുന്നത്, സത്യമാണോ അല്ലേ? ഫഇൻ കാനൂ കമാ യഖൂലാൻ, ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ ഇവരെ കൂടെ അവരെ മക്കയിലേക്ക് മടക്കി അയക്കും. വറദ്ദത്തുഹും, അവരെ നാട്ടിലേക്ക് മടക്കി അയക്കും. വഇൻ കാനൂ അലാ ഗൈരി ദാലിക്, അല്ല ഇവർ പറയുന്നതിന് വിരുദ്ധമാണ് കാര്യങ്ങളെങ്കിൽ ഈ പറയുന്ന രണ്ടാളുകളെ അവരെ പിടികൂടാനോ മക്കയിലേക്ക് മടക്കിക്കൊണ്ടുപോകാനോ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. വഅഹ്സൻതു ജിവാറഹും മാ ജാവറൂനി, ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഞാൻ ഈ രണ്ടാളുകളോട് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. മഹാനായ നജാശി രാജാവ് സുമ്മ അർസല ഇല അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദആഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഹിജ്റ വന്ന സഹാബികളുടെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയച്ചു, അവരെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക്. ഫലമ്മാ ജാഅഹും റസൂലുഹു, രാജാവിന്റെ പ്രതിനിധി ഇവരെ കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് വന്നപ്പോ ഇജ്തമഉ, സഹാബികൾ മുഹാജിരീങ്ങളായ സഹാബികൾ അവരൊരുമിച്ച് കൂടി. എന്നിട്ട് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, മാ തഖൂലൂന ലിർറജുലി ഇദാ ജിഅ്തുമു, രാജാവിന്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾ എന്താണ് പറയുക? കാരണം അവർക്കറിയാം രാജാവും ആ നാട്ടുകാരും നസാറാക്കളാണ്, ആ ദീൻ അവർ സ്വീകരിച്ചിട്ടില്ല, ഖുറൈശികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകോപനപരമായിട്ട് ആരോപിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, എന്താ വരിക എന്നുള്ളത് പേടി വരുന്നുണ്ട്, ഉത്കണ്ഠയുണ്ട്, എന്ത് പറയും? അപ്പോ സഹാബികൾ പരസ്പരം അവർ പറഞ്ഞു, എന്ത് പറയും, എന്ത് മറുപടി പറയും അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, നഖൂലു വല്ലാഹി മാ അലിംന, നമുക്കറിയുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നമുക്ക് പറയാം. വമാ അമറനാ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്ത് കൽപ്പിച്ചു അത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളാണ് ഇവിടെ രാജാവിന്റെ മുന്നിൽ ചെന്ന് പറയാൻ പോകുന്നത്. നസാറാക്കളാണ്, ഭീഷണിയുണ്ട് അവിടെ, ശത്രുക്കൾ വന്നിട്ടുണ്ട് അവിടെ, ഏത് നിമിഷവും അറസ്റ്റ് ചെയ്ത് മക്കയിലേക്ക് മടക്കി കൊണ്ടുപോകുമെന്നുള്ള ഉത്കണ്ഠയുണ്ട് അവിടെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് പറയാം, കായിനും ഫീ ദാലിക മാ ഹുവ കായിൻ, എന്ത് വന്നാലും അതിന്റെ പിന്നിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും സത്യം അവിടെ വെച്ച് പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ പറയാം. അങ്ങനെ ഫലമ്മാ ജാഉഹു, രാജാവിന്റെ അടുത്ത് വരെ വന്നു. വഖദ് ദഅ അൻ-നജാശി അസാഖിഫഹു, രാജാവ് അദ്ദേഹത്തിന്റെ പ്രമുഖരായ പുരോഹിതന്മാരെയും അവിടെയുള്ള പ്രധാനികളെയും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. വനശറു മസാഹിഫഹും ഹൗലഹു, രാജാവിന്റെ ചുറ്റുഭാഗത്തും ഇരുന്ന് അവരുടെ ഏടുകൾ, വലിയ ഗ്രന്ഥങ്ങൾ അവർ തുറന്നു വെച്ചിട്ടുണ്ട്. സഅലഹും, ഇവരോട് ചോദിക്കാണ്, ഇവർ ചോദിക്കുന്നത് രേഖപ്പെടുത്താനും എഴുതി വെക്കാൻ. അപ്പൊ ഫഖാല, രാജാവ് ചോദിച്ചു, മാ ഹാദ ദീനുല്ലദീ ഫാറഖ്തും ഫീഹി ഖൗമക്കും വലം തദ്ഖുലൂ ഫീ ദീനി, നിങ്ങളുടെ നാട്ടുകാരെ ദീനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നു, ഞങ്ങളുടെ ആദർശത്തിലും ദീനിലും നിങ്ങളോട് കടന്നിട്ടില്ല, പിന്നെ ഏതാണ് നിങ്ങളുടെ കൂടെയുള്ള ഈ ആദർശം ഏതാണ്? വലാ ഫീ ദീനി അഹദിൻ മിൻ ഹാദിഹിൽ ഉമം, ഈ ലോകത്തുള്ള മറ്റൊരാളെ ആദർശം അല്ലാത്ത പുതിയൊരു ദീൻ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫകാനല്ലദീ കല്ലമഹു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, ജഅഫർ ഇബ്നു അബീ ത്വാലിബാണ് മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് രാജാവിനോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ മലിക്, ആദരണീയനായ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഒന്നും അറിയാത്ത വിഡ്ഢികളായ ആളുകളായിരുന്നു ഞങ്ങൾ. വിഗ്രഹങ്ങൾക്ക് ആരാധിക്കും, ശവങ്ങളെ ഞങ്ങൾ തിന്നും, വൃത്തികേടുകൾ മുഴുവൻ ഞങ്ങൾ ചെയ്യും, കുടുംബബന്ധങ്ങൾ ഞങ്ങൾ മുറിക്കും, അയൽവാസികളോട് ഞങ്ങൾ തിന്മ ചെയ്യും. യഅ്കുലു ഖവിയ്യ മിന്നാ അള്ളായീഫ്, ശക്തിയും ഊക്കുമുള്ള ആളുകൾ ബലഹീനരെ കഴിക്കും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു.
ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് റസൂലിനെ അയച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം, വിശ്വസ്തത അറിയാം, അദ്ദേഹത്തിന്റെ ചാരിത്രശുദ്ധി ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഈ കാലം വരെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ച കല്ലുകളും വിഗ്രഹങ്ങളും അത് മുഴുവനും ഒഴിവാക്കണം. ഇതാണ് അദ്ദേഹം കൽപ്പിച്ചത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. വിശ്വസിച്ചേൽപ്പിച്ചത് ഉത്തരവാദിത്വം നിർവഹിക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോട് നന്മ ചെയ്യണം. നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. ആക്രമിക്കരുത്, രക്തം ചിന്തരുത്, മ്ലേച്ഛമായ വൃത്തികേടുകൾ ചെയ്യരുത്, കളവ് പറയരുത്, കള്ളസത്യം ചെയ്യരുത്, അത് അനാഥരുടെ ഭക്ഷണം കഴിക്കരുത്, ചാരിത്രശുദ്ധിയുള്ളവരെ അപവാദം പറയരുത്. ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോടൊന്നിനും പങ്കു ചേർക്കരുത്. നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, നോമ്പ് അനുഷ്ഠിക്കണം. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞപ്പോ ഫസദ്ദഖ്നാഹു, ഞങ്ങൾ ആ പ്രവാചകനെ സത്യമാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചു, അദ്ദേഹത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തിനോട് പിന്തുടർന്നു. ഫഇൻദനാ ഫഅബിദ്നല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു. ശിർക്ക് ഞങ്ങൾ ഒഴിവാക്കി. പ്രവാചകൻ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. പ്രവാചകൻ അനുവദിച്ചെന്ന കാര്യങ്ങൾ ഞങ്ങൾ അനുവദിച്ചു, സ്വീകരിച്ചു. ഫഅദാ അലൈനാ ഖൗമുനാ ഫഅസ്സബൂനാ, അപ്പം ഞങ്ങളുടെ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് ഞങ്ങളോട് ശത്രുതയായി, അവർ ഞങ്ങളെ ഉപദ്രവിച്ചു. ഞങ്ങളെ ഈ ആദർശത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അങ്ങനെ വൃത്തികേടുകളും കാര്യങ്ങളും ചെയ്യാൻ അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, ഞങ്ങളെ ഉപദ്രവിച്ചു. കുടുംബബന്ധം അവരാണ് മുറിച്ചത്. ഞങ്ങളുടെ ആദർശത്തിന്റെ ഇടയിൽ അവരാണ് മറയിട്ടത്, തടസ്സം സൃഷ്ടിച്ചത്. അപ്പൊ ഞങ്ങൾ സുരക്ഷയും സമാധാനവും കരുതി നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതാണ്, അഭയാർത്ഥികളായി ഹിജറ വന്നതാണ് എന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഉപദ്രവവും പ്രയാസം ഉണ്ടാകൂല എന്ന് പ്രതീക്ഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നജ്ജാശി റഹിമഹുള്ള മഹാനായ രാജാവ് ജഅഫർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഹൽ മഅക മിമ്മാ ജാഅ ബിഹി അനില്ലാഹി മിൻ ഷൈ, നിങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നൽകിയ സന്ദേശം വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഉണ്ട് എന്ന് പറഞ്ഞ് നജ്ജാശി പറഞ്ഞു, എന്നാൽ എനിക്കൊന്ന് പാരായണം ചെയ്തുകൊണ്ടാ എന്നെ കേൾപ്പിക്കുക. അപ്പോ അദ്ദേഹം സൂറത്ത് മറിയമിന്റെ കുറച്ച് ഭാഗങ്ങൾ നജ്ജാശി രാജാവിന് പാരായണം ചെയ്തു കൊടുത്തു. സൂറത്ത് മറിയമിലുള്ള കുറച്ച് ഭാഗങ്ങൾ, അതിൽ മറിയം അലൈഹസ്സലാത്തു വസ്സലാം അവരെ കുറിച്ചുണ്ട്, ഈസാ നബിയെ കുറിച്ചുണ്ട്. ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്താൻ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ അതിലുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തപ്പോ ഫബക്കാ വല്ലാഹി നജാശി, നജ്ജാശി എന്ന് പറയുന്ന മഹാനായ രാജാവ് കരഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയെ കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ, മറിയമിനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ, ശരിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരിയായ ഈ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കേട്ടപ്പോ മഹാനായ ആ രാജാവ് കരഞ്ഞു. എത്രത്തോളം കരഞ്ഞു? ഹത്താ ഖുല്ലല്ല ലിഹിയതുഹു, അദ്ദേഹത്തിന്റെ താടിരോമം നനഞ്ഞു കുതിരുന്നത് വരെ കരഞ്ഞു. വബക്കത് അസാഖിഫതുഹു, അദ്ദേഹത്തിന്റെ പ്രമുഖരായ കൊട്ടാര പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവരും സത്യം കേട്ടു. ആ സത്യത്തിന് അവർ വഴങ്ങി. അങ്ങനെ അവർ കരഞ്ഞു. ഹത്താ ഖല്ലു മസാഹിഫഹും, അവരുടെ മുന്നിൽ നിവർത്തിവെച്ച ആ ഗ്രന്ഥങ്ങളൊക്കെ കണ്ണീര് കൊണ്ട് നരഞ്ഞ് പുതിർന്നു. ഹീന സമിഉ മാ തലാ അലൈഹിം, ജഅഫർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തത് കേട്ടപ്പോൾ, അങ്ങനെ അത് കേട്ട സമയത്ത് നജ്ജാശി പറഞ്ഞു, ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി മൂസ ലയഖ്റുജു മിൻ മിസ്കാത്തിൻ വാഹിദ, മൂസ പ്രവാചകൻ കൊണ്ടുവന്നതും അഥവാ തൗറാത്ത്, അതിനെ തുടർന്ന് കൊണ്ടുള്ള ഇഞ്ചീലും ഈ പറയുന്ന ഞാൻ കേട്ട നിങ്ങൾ പാരായണം ചെയ്തതും ഒരൊറ്റ പൊത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞ ഒരു മേഘത്തിൽ നിന്ന് വരുന്നത്. മൂസാ നബി ഈസാ നബി കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ നല്ല വഹിയാണ്, ഇതും ആ വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യമാണ് എന്നുള്ളത് ആളുകൾക്ക് ആ പരിശുദ്ധ ഖുർആനും ആ സുന്നത്തും കേൾക്കുമ്പോൾ ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിൽ വക്രതയില്ലാത്ത, മനസ്സിൽ അഹങ്കാരമില്ലാത്ത, സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന നിലക്കുള്ള ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ചുരുക്കത്തിൽ ഈ പറയുന്ന രാജാവ് ചില്ലറക്കാരനല്ല. അന്ന് ആഫ്രിക്കയുടെ ആധിപത്യം മുഴുവനുമുള്ള നസാറ മതത്തിലുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന യഥാർത്ഥ
ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന യഥാർത്ഥ ആ മതം ആദർശം അത് സ്വീകരിച്ച് അത് അറിഞ്ഞ് പഠിച്ച പണ്ഡിതനായിരുന്നു ഈ നജ്ജാശി. അദ്ദേഹം ഇത് കേട്ടു, സത്യം മനസ്സിലാക്കി. അങ്ങനെ ഇതും മൂസാ നബി കൊണ്ടുവന്നതും ഒരൊറ്റ ഭാഗത്തിൽ നിന്ന് വരുന്നതാണ്. ഇൻ ത്വരിഖ, മക്കയിൽ നിന്ന് വന്ന രണ്ടാളുകളോട് പറഞ്ഞു, എന്റെ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾ പൊയ്ക്കോളി, മക്കയിലേക്ക് പൊയ്ക്കോളി. ഫവല്ലാഹി ലാ ഉസല്ലിമുഹും ഇലൈക്കും അബദൻ, ഒരിക്കലും ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയില്ല എന്ന് പറഞ്ഞു. വലാ ഉഖാദ്, ഇവിടെ വെച്ച് എന്നെ ചതിക്കാനും വഞ്ചിക്കാനും ഞാൻ ഒരാളെയും അനുവദിക്കൂല എന്ന് പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമ്മ ഖറജ മിൻ ഇൻദിഹി, ഈ രണ്ട് മക്കക്കാരായ ആളുകൾ കൊട്ടാരത്തിൽ നിന്ന് പോയി, അവരുദ്ദേശിച്ച കാര്യം നടക്കാതെ. അപ്പൊ അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, വല്ലാഹി ല ഉനബ്ബി അന്നഹു ഗദൻ ഐബഹും ഇൻദഹും, ഈ പറയുന്ന നജ്ജാശിക്കും നാട്ടുകാർക്കും പറ്റാത്ത ഒരു കുഴപ്പം ഈ മക്കയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങൾക്കുണ്ട്, അത് നാളെ ഞാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറയും. ഹത്താ അസ്തഅ്സിലു ബിഹി ഖളറാഅഹും, ഇവരുടെ സകല തോട്ടങ്ങളും പച്ചപ്പും അത് തകർക്കുന്ന നിലക്ക്, തരിപ്പണമാക്കുന്ന നിലക്കുള്ള ഒരു ആരോപണവുമായിട്ട് നാളെ ഞാൻ കൊട്ടാരത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് ചില്ലറക്കാനല്ല, മഹാനായ സമർത്ഥനായിരുന്നു, ആളുകളെ പറഞ്ഞ് വീഴ്ത്താൻ സമർത്ഥതയുള്ള ആളായിരുന്നു. അന്ന് മുശ്രിക്കാണ്, കാഫിറാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅ പറയാണ്, അയാൾക്ക് കുറച്ചുകൂടി മനസ്സിനൊരു ആർദ്രതയുണ്ടായിരുന്നു, ദയുണ്ടായിരുന്നു. ദയവ് ചെയ്യണ്ട, കാരണം ഇവരൊക്കെ നമ്മുടെ കുടുംബങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോ അംർ ഇബ്നുൽ ആസ് ഒരിക്കലുമല്ല, ഞാൻ അവരോട് രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് ഇവരെ കുറിച്ച് പറയും, അവർക്ക് രാജാവിനൊരിക്കലും ഇവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റ് അവരടുത്തുണ്ട് എന്ന് പറയുന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ ചെന്നു, രാജാവിനോട് പറഞ്ഞു, ഇന്നഹും യഖൂലൂന ഫീ ഈസ ഇബ്നു മറിയമ ഖൗലൻ അളീമൻ, ഈസ ഇബ്നു മറിയമിനെ കുറിച്ച്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നിങ്ങൾക്കില്ലാത്ത, നസാറാക്കൾ മനസ്സിലാക്കാത്ത ഒരു തെറ്റ് ഇവർ പറയുന്നുണ്ട്, വിമർശനമുണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞു. രാജാവ് വീണ്ടും ഈ പറയുന്ന സഹാബിയുടെ വിളിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, വലം യൻസിൽ ബിനാ മിസ്ലുഹ, ഹബശയിൽ ചെന്നതിന്റെ ശേഷം ഇങ്ങനത്തെ ഒരു വിപത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പേടി, ഭീഷണി എന്തും നേരിടും. രാജാവിനും ആ നാട്ടുകാർക്കും ഈ പറയുന്ന ഈസാ നബിയെ കുറിച്ച് വിമർശനം വന്നു എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഫജ്തമഅൽ ഖൗമു ഫഖാല ബഅദുഹും ലിബഅദിൻ, സഹാബികൾ പരസ്പരം ഒരുമിച്ചുകൂടി എന്ത് പറയും? ഈസാ നബിയെ കുറിച്ച് അവരും കാണും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കാരണം നസാറാക്കള് ഈസാ നബിയെ കുറിച്ച് അള്ളാഹുവിന്റെ മകനാണ്, മൂന്നിലൊരാളാണ്, അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസമാണ്. അന്ന് അവിടെ ഹബശയില് പ്രത്യക്ഷത്തിൽ ആളുകളുടെ ഈ ഒരു ആദർശം വിശ്വാസമുണ്ട്. രാജാവിന്റെ ആദർശം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രമുഖരായ പുരോഹിതരുടെ ആദർശം എന്താണ് എന്നിവർക്ക് സഹാബികൾക്ക് അറിയുകയില്ല. എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, നഖൂലു വല്ലാഹി ഫീഹി മാ ഖാല അല്ലാഹു അമാ ജാഅ ബിഹി നബിയുന, അല്ലാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൊണ്ടുവന്ന് കേൾപ്പിച്ചു തന്നത് നമ്മൾ പറയും. കായിനും ഫീഹി കായിനും ഫീ ദാലിക മാ ഹുവ കായിൻ, എന്ത് വരാണെങ്കിലും അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. വരുന്നത് വരട്ടെ, നമ്മൾ പറയുന്നത് വരുന്നത് വരട്ടെ. സത്യം പറയുക, അള്ളാഹു ഇറക്കി തന്നത് പ്രവാചകൻ കേൾപ്പിച്ചു തന്നത് പറയാ. അങ്ങനെ രാജാവിന്റെ അടുത്ത് ചെന്നു. രാജാവ് ചോദിച്ചു, ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൂലു ഫീഹി അല്ലദീ ജാഅ ബിഹി നബിയുന, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ചു തന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു വറൂഹുഹു, ഈസാ നബി അള്ളാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ റൂഹാൻ. വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം അൽ അസ്റാ അൽ ബതൂൽ, കന്യകയായ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാത്രം ജീവിതം വഹിച്ചിട്ട് വിവാഹം പോലും ചെയ്യാത്ത മറിയമിൽ നിന്ന് ഉണ്ടായ അവരിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന വചനമാണ്. ആ വചനം കാരണം ഉണ്ടായതാണ്. അതല്ലാതെ മറ്റുള്ള പുരുഷന്മാരുമായി ഇടപെട്ടതുകൊണ്ടോ അള്ളാഹുവിന്റെ പുത്രനോ അതല്ലെങ്കിൽ അള്ളാഹുവിനെ പോലത്തെ മറ്റൊരു ഇലാഹു ഒന്നും തന്നെയല്ല, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് നജ്ജാശി അദ്ദേഹത്തിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ചെറിയ ഒരു മരക്കഷ്ണം, ഒരു കൊള്ളിക്കഷ്ണം എടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞതും ഈസാ നബി പറഞ്ഞതും തമ്മിൽ, ഈസ ഇബ്നു മറിയം പറഞ്ഞതും തമ്മിൽ ഈ കൊള്ളിക്കഷ്ണത്തിന്റെ അത്ര ഗ്യാപ്പ് പോലുമില്ല, കറക്റ്റാണ് എന്നർത്ഥം. ഈസാ നബി പഠിപ്പിച്ചത് നീ ഈ പറഞ്ഞതും സത്യമാണ്, ഒരേ ആദർശമാണ്, ഒരേ അധ്യാപനമാണ്. ഈ കൊള്ളിക്കഷ്ണത്തിന്റെ അത്ര ഗ്യാപ്പ്, ഒരു വടവ്, അത്രത്തോളം വ്യത്യാസം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതില്ല എന്ന് പറഞ്ഞു. ഇത് നജ്ജാശി പറഞ്ഞ സമയത്ത്, ഈ കാര്യം പറഞ്ഞ സമയത്ത് ഫതനാഫറത് ബതാരിഖതുഹു ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള മക്കക്കാരെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിയ, അവർക്കനുകൂലമായി പറയാൻ വേണ്ടി വന്നിരുന്ന
പുരോഹിതന്മാര് അവിടെ വെച്ച് ശബ്ദിക്കാൻ തുടങ്ങി, ഭീഷണിയുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് പറഞ്ഞപ്പോ നജ്ജാശി റഹിമഹുള്ള പറഞ്ഞു, ഇന്ന ഫർത്തും വല്ലാഹ്, നിങ്ങൾ ശബ്ദം വെച്ചാലും നിങ്ങൾ ഭീഷണി മുഴക്കിയാലും സത്യമാണ് ഈ മുസ്ലിമീങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇദ്ഹബൂ ഫഅൻതും സയ്യൂമും ബി അർളി, സഹാബികളോട്, ഈ മുഹാജിരീങ്ങളോട് എന്റെ ഭൂമിയിൽ സ്വതന്ത്രരായി പോയിക്കോളി. നിങ്ങളെ പിടികൂടാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളെ കഷ്ടപ്പെടുത്താനോ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനോ ഒരാളെ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ നാട്ടിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഇവിടെ സമാധാനത്തോടുകൂടെ കഴിച്ചുകൂട്ടിക്കോളി. മൻ സബ്ബക്കും ഗുരിം, ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചാൽ അവന് ഫൈനിടും എന്നവർ. ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഫൈനിടും. ശാരീരികമായി ആക്രമിച്ചാലല്ല, നിങ്ങളെ വിമർശിക്ക്, പ്രയാസപ്പെടുത്ത്, നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്ത് പറഞ്ഞാൽ അവർക്ക് പോലും ഞാൻ ഗറാമ എന്ന് പറഞ്ഞ ഫൈന് അവർക്ക് അടിക്കും, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന്. സുമ്മമൻ സബ്ബക്കും ഗുരിം, സുമ്മമൻ സബ്ബക്കും, 3 പ്രാവശ്യം ആ രാജാവ് ആവർത്തിച്ചു. ഫമാ ഉഹിബ്ബു അന്നലി ദബ്റൻ ദഹബൻ, നിങ്ങളെ വിമർശിക്കുന്നതിന് പകരം എനിക്കൊരു പർവ്വതത്തിന്റെ അത്ര സ്വർണം ഒരാൾ കൊണ്ടുവന്ന് തന്നാൽ പോലും ഞാനത് ഇഷ്ടപ്പെടുകയില്ല. നിങ്ങളെ തൊടാൻ അനുവദിക്കുകയില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന് പകരം എനിക്ക് ഒരു പർവ്വതത്തിന്റെ അത്ര സ്വർണം കൊണ്ടുവന്ന് തരാ എന്ന് പറഞ്ഞാൽ പോലും ഞാനത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മക്കക്കാര് കൊണ്ടുവന്ന സമ്മാനം മുഴുവനും തിരിച്ചു കൊടുക്കിയവർക്ക് ഫലാ ഹാജത ലനാ ബിഹാ, അത് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഈ സംഭവം നിങ്ങൾ കേൾപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മറ്റ് പ്രവാചകന്മാരെ പോലെ അള്ളാഹുവിന്റെ ദീനുമായി വന്ന സത്യസന്ധരായ പ്രവാചകന്മാർ അവര് സത്യത്തിന്റെ ആളുകളാണ്, അവര് കൊണ്ടുവന്നത് ഹക്കാണ്, അത് സിദ്ഖാണ്, അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് വക്രതയില്ലാത്ത അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുന്ന നിലക്കുള്ള ധാരാളം തെളിവുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പരിശുദ്ധ ഖുർആന്, അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ സ്വഭാവ മഹിമ, അവിടുത്തെ അധ്യാപനങ്ങള്, അവിടുത്തെ ആ പ്രവാചകന്റെ കൂടെ നടന്നിരുന്ന ആളുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് സാധാരണക്കാരായ ആളുകളാണെങ്കിലും സമർത്ഥരായ ഇതുപോലത്തെ അധികാരമുള്ള ആളുകളാണെങ്കിലും അവർക്കത് കേട്ടാൽ അവർക്കത് മനസ്സിലാകും, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. നേരെ മറിച്ച് കള്ളത്തരം വാദിച്ചു കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ കുറച്ചു കാലം അനുയായികളും ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ശേഷം അവർ പരാജയപ്പെട്ടവരായി, അവരുടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായി, നിന്ദ്യരും നീചരുമായി ഈ പറയുന്ന നബിയാണ് റസൂലാണ് എന്ന് പറഞ്ഞ് വാദിച്ചു വരുന്ന ആളുകൾക്ക് പിന്മാറേണ്ടി വരും, പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരും. ഇതൊരു നജ്ജാശിയുടെ ചരിത്രവും അനുഭവം മാത്രമല്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കക്കാരായ മുശ്രിക്കീങ്ങളും തമ്മിൽ 10 വർഷത്തെ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ ഷാമിന്റെ ഭാഗത്തേക്ക് കച്ചവടത്തിന് പോയ സമയത്ത് അന്നത്തെ റോമക്കാരുടെ രാജാവായ ഹിറക്കിൽ, കൈസർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് റസൂലിന്റെ കത്ത് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അവിടെയും തന്നെ കൊട്ടാരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നു. അവിടെ വെച്ചുള്ള ആ കൈസറിന്റെ അടുത്ത് അബൂ സുഫിയാനോട് പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചതിന് മുഴുവൻ മറുപടി കൊടുത്ത സമയത്ത് കൈസർ എന്ന് അന്ന് ലോകത്തിന്റെ 3/4% ഭരണം നടത്തുന്ന കൈസർ ഹിറക്കിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുസ്ലിമീങ്ങളായ ആളുകളെ മനം കോരിത്തെരിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ അബൂ സുഫിയാനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ ശേഷം കൈസർ പറഞ്ഞു, അവസാന കാലം ഒരു പ്രവാചകൻ വരും എന്ന് എനിക്കറിയുമായിരുന്നു. മറ്റുള്ള ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇൻജീലിൽ നിന്ന് പഠിച്ചതുണ്ട്. പക്ഷേ അത് ഷാമിൽ വരുമെന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിങ്ങളെ മക്കയിലാണത് വന്നത്. ആ പ്രവാചകന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ത്യാഗം ചെയ്ത് എത്താൻ എനിക്ക് കഴിയുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകിക്കൊടുക്കും, ആ പ്രവാചകന്റെ കാല് ഞാൻ കഴുകിക്കൊടുക്കുമായിരുന്നു. ഈ ഭൂമിയുടെ 3/4% അധികാരത്തിന്റെ ചെങ്കോലും അധികാരമായി കഴിയുന്ന കൈസർ പറഞ്ഞ വാക്ക്. മുസ്ലിമായ മുഅ്മിനായ ഒരാളെ ആദർശ ദഅവത്ത് കേട്ടിട്ടല്ല, മുസ്ലിമീങ്ങളോട് കൊടിയ ശത്രുതയുള്ള യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത അബൂ സുഫിയാനിൽ നിന്ന് റസൂലിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ കൈസർ അദ്ദേഹത്തിന്റെ ഷാമിലുണ്ടായിരുന്ന കൊട്ടാരത്തിൽ വെച്ച്, അവിടുത്തെ കൊട്ടാര പണ്ഡിതന്മാരും പ്രധാനികളും പ്രമുഖരും വിളിച്ചുകൂട്ടിയ ആ സദസ്സിൽ വെച്ച് പറഞ്ഞ വാക്കാണ്, ഇങ്ങനൊരു പ്രവാചകൻ വരും എന്നെനിക്കറിയുമായിരുന്നു. പക്ഷേ അത് ഷാമിലാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നിങ്ങളുടെ അറബികളിലാണ് വന്നത്. അറബികൾ അന്ന് 10 വയസ്സൊക്കെ ഇല്ലാത്ത ആളുകളായിരുന്നു.
ലോകത്തുള്ള മനുഷ്യന്മാരുടെ മുന്നിൽ ഒരു നിലയും വിലയുമില്ലാത്ത ആളുകളാണ് അറബികൾ. അവിടെ വൃത്തികേട് കൊണ്ട്, ശിർക്കും അതിനോടനുബന്ധിച്ച പാപങ്ങളും തെറ്റുകൾ കൊണ്ട്. അങ്ങനത്തെ അവിടെ വന്ന പ്രവാചകനെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുവായ അബൂ സുഫിയാന്റെ നാവിൽ കൂടെ പറയേണ്ടി വന്നു റസൂലിന്റെ നന്മകളും ഗുണങ്ങളും. ഈ കേട്ടതുപോലെ സത്യസന്ധമായ കാര്യങ്ങൾ. അത് കേട്ടപ്പോൾ ഹിറക്കിൽ ഖൈസർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞതാണ്, എനിക്കെങ്ങാൻ ആ പ്രവാചകന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ ത്യാഗം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്നാൽ ആ പ്രവാചകന്റെ 2 കാലും ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു, ബഹുമാനിച്ചാദരിച്ചു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീന് ശരിയായ നിലക്ക് ആരത് ഏറ്റെടുക്കാൻ തയ്യാറായാലും, ആരത് സ്വീകരിക്കാൻ തയ്യാറായാലും, എത്ര വലിയ ശക്തരാണെങ്കിലും അവരുടെ മുന്നിൽ ഈ പറയുന്ന ആളുകൾക്ക് അംഗീകാരവും ഈ പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ വക്താക്കൾക്ക് അതിനൊരു വിലയും അതിനൊരു സംരക്ഷണവും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, അത് ലഭിക്കുകയും ചെയ്യും. ഇതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത. കള്ളത്തരം വാദിച്ചുകൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തകർക്കും. ഇത്ര മഹത്തായ നുബുവത്ത്, റിസാലത്ത് അത് വാദിച്ചുകൊണ്ടുവന്ന് ഈ ലോകത്ത് അവർക്ക് നിലനിൽക്കാൻ, ആധിപത്യം സ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല. പ്രവാചകന്മാരെ അയക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളോട് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ അടിമകൾക്ക് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, നമ്മിൽപ്പെട്ട, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ ജീവിത രീതികൾ അറിയുന്ന നമ്മളെപ്പോലത്തെ മനുഷ്യരായ ആളുകളെ പ്രവാചകന്മാരെ നമ്മിലേക്ക് അയച്ചു എന്നുള്ളത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ നിഅമത്ത് ചെയ്തു മുഅ്മിനീങ്ങൾ. എല്ലാവർക്കും നിഅമത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ ആളുകൾക്കും, ആലമീൻ മുഴുവത്തിനും റഹ്മത്താണ് റസൂൽ. പക്ഷേ ആ റഹ്മത്ത് ഏറ്റെടുത്തതും സ്വീകരിച്ചതും മുഅ്മിനീങ്ങളായതുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ റസൂലിന്റെ സുന്നത്തും പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് റസൂലിനെ അയച്ചു എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ നിഅമത്ത്, ആ അനുഗ്രഹം ആ പ്രവാചകൻ കൊണ്ടുവന്ന ഈ ദീന് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അതിനോട് പിന്തുടരുന്ന ആളുകൾക്കാണത് ലഭിക്കുക. അല്ലാതെ പ്രവാചകന്റെ മദ്ഹുകളും പ്രവാചകന്റെ സ്തുതികീർത്തനങ്ങളും അർഹതയില്ലാതെ പരിധി വിട്ട് കടന്നുകൊണ്ട് പാടിപ്പുകഴ്ത്തുന്ന ആളുകൾക്കത് നേടുക സാധ്യമല്ല, ലഭിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് അത് പഠിച്ച് മനസ്സിലാക്കി അതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അടുത്ത സദസ്സുകൾ കൂടെ നമുക്ക് പറയാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാറക അലാ നബിയിനാ മുഹമ്മദ്.